ഇനി അടുത്ത നമുക്ക് എന്താ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓത്ത് ആക്ഷന് നമ്മൾ പ്രോജക്റ്റിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ സോഴ്സ് കോഡിനകത്ത് നമുക്കിവിടെ authentication.js എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അതിന് മുന്നേ നമുക്ക് ഓത്ത് ഫോം എന്ന് പറഞ്ഞൊരു ഫയലിനകത്ത് ഇതിനകത്തായിരിക്കും നമ്മുടെ ഫോം എല്ലാം കിടക്കുന്നത്. അതായത് ഇത് ആക്ച്വലി ഈ ഒരു ടെംപ്ലേറ്റ് ഇരിക്കുന്നത് ഒരു ഫോമിനകത്താണ്. ആ ഫോമിനെ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ മെത്തേഡ് പോസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ആക്ഷൻ പറഞ്ഞു കൊടുക്കണം. സാധാരണ നമുക്കിവിടെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. പക്ഷെ റിയാക്റ്റിൽ നമ്മൾ ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ authentication.jsനകത്തോട്ട് പോയിട്ട് നമ്മൾ പുതിയൊരു ഫംഗ്ഷനെ എഴുതുക. ഓക്കെ, ഞാനിത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇത് വീഡിയോ പോസ് ചെയ്തിട്ട് ഓക്കെ എഴുതാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ട് അസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു അസിങ്ക്രോണസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ റിക്വസ്റ്റ് എന്ന് പറയുന്നൊരു പാരാമീറ്റർ കൊടുക്കും. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ റിക്വസ്റ്റിൽ കിട്ടുന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സെർച്ച് പാരാംസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കൊരു യു ആർ എൽ എന്ന് പറയുന്ന ഇൻബിൽഡ് മെത്തേഡാണ്. അതിനകത്ത് request.url എടുത്തിട്ട് അതിനകത്ത് പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യും. അതായത് നമ്മുടെ ഇവിടെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്വറി പാരാമീറ്റേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മോഡ് സൈനപ്പ് ആണോ ലോഗിൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അതിൽ നമ്മൾ മോഡ് എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്ത് നമ്മൾ സെർച്ച് പാരാംസ്.get മോഡ് ലോഗിൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. അതായത് ലോഗിൻ ആണോ സൈനപ്പ് ആണോ എന്ന് നോക്കാൻ വേണ്ടി അതിന് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റ ഈക്വൽ ടു അവൈറ്റ് request.form data. ഫോം ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വലി ഈ ഓതൻറ്റിക്കേഷൻ ഫോമിൻ്റെ പോയി കഴിഞ്ഞാൽ ഇതൊരു ഫോം എലമെൻ്റ് ആണ്. അപ്പോൾ ഈ ഫോം ഡേറ്റ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഫോമിനകത്തുള്ള നമുക്ക് കൺട്രോൾസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതായത് നമുക്ക് 2 കൺട്രോൾസ് ആണ് ഉള്ളത്, ഇമെയിലും പാസ്വേഡിൻ്റെയും പിന്നെ ഒരു ബട്ടൻ്റെ ഉണ്ട്. ഈ ഇമെയിലും പാസ്വേഡിന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫോം ഡേറ്റ നമ്മൾ എടുക്കുന്നത്. ഈ ഓത്ത് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജേസണിനകത്ത് ഒരു ഒബ്ജക്റ്റിനകത്ത് നമ്മൾ ഇമെയിലും പാസ്വേഡും കൂടെ റിട്രീവ് ചെയ്ത് എടുക്കും. ഓക്കെ, അതെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു വാലിഡേഷൻ നോക്കും. അതായത് ഈ മോഡ് ലോഗിനോ സൈനപ്പോ രണ്ടും അല്ലെങ്കിൽ ഇൻകറക്റ്റ് മോഡ് എന്ന് പറഞ്ഞൊരു ജേസണിനകത്തോട്ട് നമ്മൾ എറർ ത്രോ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഒരു APIനെ വിളിക്കുന്നത്. അതൊരു റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു APIയിലാണ് വിളിക്കുന്നത്. അത് അവൈറ്റ് ഫെച്ചിനകത്ത് മെത്തേഡ് പോസ്റ്റും ഹെഡേഴ്സും പിന്നെ നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് JSON.stringify auth data. ഈ auth data എന്ന് പറഞ്ഞാൽ ഇതാണ് auth data. അതിനെ നമ്മൾ JSON സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്തായിരിക്കും നമ്മൾ APIയിലോട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കിവിടെ APIയുടെ URL നോക്കിക്കഴിഞ്ഞാൽ 8080 കഴിഞ്ഞാൽ ഒരു മോഡാണ്. അപ്പോൾ ഈ മോഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ലോഗിൻ ആവാം അല്ലെങ്കിൽ സൈനപ്പ് ആവാം. അപ്പോൾ അതെങ്ങനെ അറിയണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് എൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റൂട്ട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ഓക്കെ, ബാക്ക് എൻഡിനകത്ത് അതിൽ auth.jsനകത്ത് /signup ഉണ്ട്, പിന്നെ ലോഗിൻ ഉണ്ട്. ഓക്കെ, സോ ഇതാണ് നമുക്ക് 2 API വിളിക്കേണ്ടത്. ഒന്നുകിൽ സൈനപ്പ് ആവാം അല്ലെങ്കിൽ ലോഗിൻ ആവാം. അപ്പോൾ ഇതിനകത്ത് കുറേ വാലിഡേഷനൊക്കെ ഉണ്ട്. വാലിഡ് ഇമെയിൽ, വാലിഡ് ടെക്സ്റ്റും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ വാലിഡേറ്റ് ചെയ്താൽ മാത്രമേ ഇത് നമുക്കൊരു ടോക്കൺ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തിരിച്ച് തരത്തുള്ളൂ. ഓക്കെ, സോ നമ്മളവിടെ authentication.jsനകത്ത് API വിളിച്ചതിന് ശേഷം നമുക്കിത് response.status 422 അല്ലെങ്കിൽ 401 ആണെങ്കിൽ റിട്ടേൺ റെസ്പോൺസ് എന്ന് പറഞ്ഞാണ് നമ്മളിവിടെ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് response.ok സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യും, ഒരു എറർ കാണിക്കും, കുഡ് നോട്ട് ഓതൻറ്റിക്കേറ്റ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. സ്റ്റാറ്റസ് 500. ഓക്കെ, സോ ഇതെല്ലാം ഓക്കെ ആവുമ്പോൾ നമ്മൾക്ക് ഈ ഹോം പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യും. അതായത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു യൂസർ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഹോം പേജിലോട്ടായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്താ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ app.jsലേക്ക് വരിക. app.jsനകത്ത് വരുമ്പോൾ നമ്മളിവിടെ ഒരു ആക്ഷൻ ആസ് ഓത്ത് ആക്ഷൻ, ഇവിടെ ഓതൻറ്റിക്കേഷൻ പേജിലാണ് നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ആക്ഷൻ ആസ് ഓത്ത് ആക്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഈ ആസ് ഓത്ത് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ പേര് കൊടുക്കാം. ഇത്
ഒറിജിനൽ ഫംഗ്ഷൻ പേരാണ്. അതിന് നമുക്ക് ഓൾട്ടർനേറ്റ് നെയിമാണ് നമ്മൾ ഓത്ത് ആക്ഷൻ കൊടുക്കുന്നത്. ആക്ഷൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഒരു കീ ഉണ്ട് ആക്ഷൻ എന്ന് പറഞ്ഞത്. സോ അതുകൊണ്ടാണ് നമ്മൾ വേറെ പേര് കൊടുക്കുന്നത്. ഓത്ത് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഓത്ത് എന്ന് പറഞ്ഞ പാത്തുണ്ട് ഓതൻറ്റിക്കേഷൻ പേജിൽ, അവിടെ നമ്മൾ ആക്ഷൻ്റെ കൂടെ തന്നെ ഈ ഓത്ത് ആക്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്രോജക്റ്റിലേക്ക് പോവാം. അതായത് നമ്മൾ വെബിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ സൈനപ്പ് എന്തെങ്കിലും കൊടുക്കുക .com. ഇപ്പോൾ ഞാൻ സേവ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു എറർ കാണിക്കും. അതായത് ഇൻവാലിഡ് പാസ്വേഡ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 6 ക്യാരക്ടേഴ്സ് ലോങ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ഇത് ആക്ച്വലി ഈ എറർ കാണിക്കുന്നത് നമ്മുടെ ബാക്കെൻഡിനകത്താണ്. അതായത് auth.jsനകത്തോട്ട് നമ്മൾ സൈനപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ വാലിഡ് ടെക്സ്റ്റ് നോക്കും. അതായത് 6നെക്കാളും കുറവാണെങ്കിൽ, 6 ലെങ്ത് കുറവാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇൻവാലിഡ് പാസ് ഈ മെസ്സേജ് കാണിക്കും. ഇത് ആക്ച്വലി ബാക്കെൻഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി, ഈ ഒരു മെസ്സേജ് കാണിക്കാൻ വേണ്ടി എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓത്ത് ഫോമിലേക്ക് പോവുക. ഓത്ത് ഫോമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ ഒരു സംഭവമാണ് നമുക്കിവിടെ മെസ്സേജ് കാണിക്കുന്നത്. അപ്പോൾ ഈ മെസ്സേജ് എങ്ങനെ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഡേറ്റ എന്ന് പറയുന്നത് ഒരു യൂസ് ആക്ഷൻ ഡേറ്റ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. ഇത് ആക്ച്വലി റിയാക്ട് റൗട്ടറിൻ്റെ ഒരു മെത്തേഡാണ്, യൂസ് ആക്ഷൻ ഡേറ്റ. അപ്പോൾ ഈ ആക്ഷൻ ഡേറ്റയ്ക്കകത്തായിരിക്കും നമുക്ക് ഇവിടെ എന്താ പറയുക എറേഴ്സും മെസ്സേജസ് ഒക്കെ കിട്ടുക. ഓക്കെ, ഈ ഡേറ്റ വെച്ചിട്ട് നമ്മളിത് ആദ്യം നമുക്ക് എറേഴ്സിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഡേറ്റ അല്ലെങ്കിൽ ഡേറ്റ ഡോട്ട് എറേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അൺഓർഡർഡ് ലിസ്റ്റിനകത്തായിരിക്കും നമ്മളെ മെസ്സേജ് കാണിക്കുക. അതിനകത്ത് നമ്മുടെ ഒബ്ജക്റ്റ് ഡോട്ട് വാല്യൂസ് എന്ന് പറയുന്നത് ഇതൊരു ഇൻബിൽഡ് മെത്തേഡാണ് ഒബ്ജക്റ്റ്. അതിൻ്റെ വാല്യൂസിൻ്റെ ബ്രാക്കറ്റിനകത്ത് എറേഴ്സ്, ഈ എറേഴ്സ് ആക്ച്വലി ഒരു അറേ ലിസ്റ്റ് ആയിരിക്കും വരുന്നത്. അതിനെ മാപ്പ് ചെയ്തിട്ട് നമ്മളൊരു ലൈൻ ലിസ്റ്റിനകത്തോട്ട് സെറ്റ് ചെയ്തങ്ങ് വെക്കും. അത് കഴിഞ്ഞിട്ട് എറേഴ്സ് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. ഇനി അല്ലെങ്കിൽ ഡേറ്റ ഡോട്ട് മെസ്സേജ് ആണെങ്കിൽ ഒരു പാരഗ്രാഫിനകത്ത് കാണിക്കുക, ഒരു P എലിമെൻറ്റിനകത്തോട്ട് സെറ്റ് ചെയ്ത് കാണിക്കുക. അപ്പം ഞാനിത് 1 2 3 4 5 6 7 സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഓതൻറ്റിക്കേറ്റഡ് ആയി. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം സക്സസ് ആയെന്നാണ് മീനിങ്. അപ്പോൾ ഞാനിവിടെ ഈവൻസ് ഡോട്ട് ജേസണിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ അത് സേവ് ആയി. അപ്പോൾ സേവ് ആകുമ്പോൾ നമ്മൾ ഈവൻസ് ഡോട്ട് ജേസണിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ യൂസേഴ്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിനകത്ത് നമ്മുടെ ഇമെയിലും നമ്മൾ കൊടുത്ത ഇമെയിലും പാസ്വേഡ് എന്ന് പറയുന്നത് ഒരു എൻക്രിപ്റ്റഡ് പാസ്വേഡ് ആയിരിക്കും. ID എന്ന് പറയുന്നത് അതിൻ്റെ യൂസറിൻ്റെ ID ആയിരിക്കും. സോ ഈ 3 കാര്യങ്ങളായിരിക്കും ഈ ഈവൻസ് ഡോട്ട് ജേസണിലേക്ക് സേവ് ചെയ്യുക. അതായത് നമ്മളൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈവൻസ് ഡോട്ട് ജേസണിനകത്തോട്ടായിരിക്കും ഇതിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അത് നമ്മൾ നോട്ട് ജേസിനകത്താണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ യൂസ് ഓത്ത് ആക്ഷൻ നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ, സോ ദെൻ അടുത്ത വീഡിയോയിൽ നോക്കാം.